ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൊഡ്യൂൾ 3 ആണ്. എർത്തിങ്ങിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോട്ടിൽ എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ നോട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ഇത്രയും ക്ലാസ് എടുത്തത്, അതായത് മൊഡ്യൂൾ 3 ഇന്നും കൂടെ എടുക്കുന്നത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ന് രാത്രി 7 മണിക്ക് മുന്നേ വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എസ്റ്റിമേഷൻ ഓഫ് ഡൊമസ്റ്റിക് ഇൻസ്റ്റാളേഷൻ ആണ്. അതിൽ നമ്മൾ പറഞ്ഞു പർപ്പസ് ഓഫ് എർത്തിങ് എന്താണെന്നല്ലേ. പർപ്പസ് ഓഫ് എർത്തിങ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു ഓവർവ്യൂ തരാൻ വേണ്ടിയിട്ടാണ് ആദ്യം മുതൽ ഒന്നും കൂടെ പറയുന്നത്. പർപ്പസ് ഓഫ് എർത്തിങ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് എർത്തിങ് എന്ന് പറയുന്നത്. ഒരു ഹൈ കറണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് എർത്തിങ് എന്ന് പറയുന്നത് അല്ലേ. എങ്ങനെയാണ് എർത്തിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹൈ കറണ്ടോ ഹൈ വോൾട്ടേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെർട്ടിക്കുലർ പാത്തിലൂടെ അതിന് കടത്തിവിടുകയാണ് ചെയ്യുക. അതായത് ഒരു എക്സ്ട്രാ പാത്ത് പ്രൊവൈഡ് ചെയ്യാണ്, ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുക ഫോൾട്ട് കറണ്ടിന് പോകാൻ വേണ്ടിയിട്ട്. ആ ഒരു ഇതിനെയാണ് നമ്മൾ എർത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് സർക്യൂട്ട് ബ്രേക്കർ, ഐസൊലേറ്റേഴ്സ്, ഫ്യൂസ്, ഇതൊക്കെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ലൈനിന് എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പാവും, ഫ്യൂസ് മെൽറ്റാവും. അങ്ങനെയാണ് ഹൈ കറണ്ടിൽ നിന്ന് നമ്മളുടെ സർക്യൂട്ടിന് മൊത്തത്തിൽ അത് പ്രിവെൻറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് അത് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, എർത്തിങ് കാരണം നമ്മളുടെ സർക്യൂട്ട് മൊത്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. അതുപോലെ ഹ്യൂമൻ്റെ ലൈഫ് സേവ് ചെയ്യപ്പെടും. അതുപോലെ നമ്മളുടെ ഇലക്ട്രിക്കൽ അപ്ലയൻസസിന് എന്തെങ്കിലും ഡാമേജ് ഒന്നും വരാതെ എക്സസീവ് കറണ്ടിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എർത്തിങ് കൊണ്ട് സഹായിക്കും. അതുപോലെ റിസ്ക് ഓഫ് ഫയറൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. ഇതൊക്കെ കൊണ്ടാണ് എർത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. നമ്മളിലുള്ള വീട്ടിലുള്ള എല്ലാ കോമ്പണൻസും എർത്ത് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ എക്സസീവ് കറണ്ട് വരുമ്പോൾ അത് ഡാമേജ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എക്സസീവ് കറണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള കാരണം ഉള്ളതുകൊണ്ടാണ് എർത്തിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം. ഇനി രണ്ട് ടൈപ്പ് ഓഫ് എർത്തിങ് ഉണ്ടെന്ന് പറഞ്ഞു. ഫങ്ഷണൽ എർത്തിങ്ങും പ്രൊട്ടക്റ്റീവ് എർത്തിങ് എന്ന് പറഞ്ഞു. ഫങ്ഷണൽ എർത്തിങ് എന്ന് പറഞ്ഞാൽ എർത്തിങ് സേഫ്റ്റി കൂടാതെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ, ഫങ്ഷനായിട്ടുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുന്ന എർത്തിങ്ങിനെയാണ് ഫങ്ഷണൽ എർത്തിങ് എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് എർത്തിങ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ, മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനാണ് ഫോർ പീപ്പിൾ ആൻഡ് ആനിമൽസ് ഫ്രം ഇലക്ട്രിക് ഷോക്സ്. എന്തെങ്കിലും ഫോൾട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആനിമൽസിനെയും പീപ്പിൾസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊട്ടക്റ്റീവ് എർത്തിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത് ഇലക്ട്രോഡ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. എർത്ത് റെസിസ്റ്റൻസിൻ്റെ കോമ്പണൻസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. മെറ്റൽ റെസിസ്റ്റൻസ്, കോണ്ടാക്ട് റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ദ സോയിൽ. അതിൽ മെറ്റൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എർത്ത് ഇലക്ട്രോഡ് ഒരു മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദാറ്റ് വുഡ് ബി കണ്ടക്റ്റീവ് മെറ്റീരിയൽ. സോ ഇറ്റ്സ് റെസിസ്റ്റൻസ് ഇസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്. രണ്ടാമത്തത് കോണ്ടാക്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കോണ്ടാക്റ്റിൻ്റെ റെസിസ്റ്റൻസ്, അതായത് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് എർത്ത് തമ്മിലുള്ള കോണ്ടാക്റ്റിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ദ വിൽ ബി റെസിസ്റ്റൻസ് ഇസ് ഓൾസോ നെഗ്ലിജിബിൾ. പിന്നെയെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ടച്ചിങ് ഇലക്ട്രോഡ്, ഈ നമ്മൾ കുഴിച്ചിടുന്ന ഇലക്ട്രോഡ് അല്ലെങ്കിൽ ആ ഗ്രൗണ്ട് ടച്ചിങ് ഇലക്ട്രോഡിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ് ടു ഇൻഫിനിറ്റി വരെ ആയിരിക്കും. അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു വേരിയസ് ടൈപ്പ് ഓഫ് എർത്തിങ്ങിൽ രണ്ട് ടൈപ്പ് ഓഫ് എർത്തിങ് ഉണ്ടെന്ന് പറഞ്ഞു. പൈപ്പ് എർത്തിങ്ങും പ്ലേറ്റ് എർത്തിങ്ങും. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പൈപ്പ് എർത്തിങ്ങും പ്ലേറ്റ് എർത്തിങ്ങും. ഓൾറെഡി ഞാൻ പൈപ്പ് എർത്തിങ് എന്താണെന്ന് ഡ്രോയിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫിഗറൊക്കെ നമ്മൾ വരയ്ക്കും ചെയ്തിട്ടുണ്ട്. അടുത്ത ടൈപ്പ് ഓഫ് എർത്തിങ് ആയിരുന്നു എന്ത്? പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുന്നത് അല്ലേ. പൈപ്പ് എർത്തിങ്ങിൽ നമ്മൾ ആ ഫിഗർ വരച്ചിട്ട് അതിൽ രണ്ട് ലെയർ ഓഫ് ചാർക്കോളും കോക്കൊക്കെ മിക്സ് ചെയ്ത് സോൾട്ടൊക്കെ മിക്സ് ചെയ്തിടുന്നതും ആ പൈപ്പ് ബോൾട്ട് ചെയ്യുന്നതും നട്ട്സൊക്കെ യൂസ് ചെയ്ത് ബോൾട്ട് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പൈപ്പ് എർത്തിങ്ങിൽ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഫിഗറും നമ്മൾ വരച്ചായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 3 മീറ്റർ താഴ്ചയിൽ നമ്മളൊരു കുഴി എടുത്തിട്ട് അതിലാണ് നമ്മൾ കോപ്പറിൻ്റെയോ അല്ലെങ്കിൽ GI പ്ലേറ്റോ നമ്മൾ ബറി ചെയ്ത് വെക്കുന്നത്. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് നമുക്ക് ബറി ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ ആ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അൾട്ടർനേറ്റ് ലെയർ ഓഫ് കോക്കും സാൾട്ടും 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ നമ്മൾ നിറച്ച് വെക്കുന്നുണ്ട്. പിന്നെ GI വയർ എന്ന് പറഞ്ഞാൽ ഗാൽവനൈസ്ഡ് അയണാണ്. അയണിൻ്റെ കൂടെ സിങ്കും കൂടെ കോട്ട് ചെയ്തിട്ടുള്ളതാണ്. അതെന്തിനാ? കൊറോഷൻ കുറയ്ക്കാൻ വേണ്ടി, മണ്ണിനടിയിലായതുകൊണ്ട് കൊറോഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി
എർത്ത് വയർ എന്ന് പറയുന്നത് കോപ്പർ വയറാണ്, കോപ്പർ പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗാൽവനൈസ്ഡ് അയൺ വയറാണ്, ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്ലേറ്റ് എർത്തിങ് പറഞ്ഞത്. അതിൻ്റെ ഒരു ഫിഗറും നമ്മൾ കാണിച്ചായിരുന്നു. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് പ്ലേറ്റ് എർത്തിങ് എന്താണെന്നുള്ളതും അതിൻ്റെ ഫിഗറും. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് 2 ടൈപ്പ് ഓഫ് എർത്തിങ്ങും കൂടെ ഉണ്ട്. ഒന്ന് സ്ട്രിപ്പ് എർത്തിങ്ങും പിന്നെ ഒന്ന് റോഡ് എർത്തിങ്ങും. സ്ട്രിപ്പ് എർത്തിങ് എന്ന് പറഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് എർത്തിങ് വൈഡ്ലി യൂസ്ഡ് ഇൻ ട്രാൻസ്മിഷൻ. ട്രാൻസ്മിഷൻ്റെ കേസിലാണ് സ്ട്രിപ്പ് എർത്തിങ് എന്ന് പറയുന്നത് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത്. In this type of earthing, strip electrode of cross section not less than 25 mm into 1.6 mm of copper or 25 mm into 4 mm or GI or steel are buried in horizontal trenches of minimum depth of 0.5 meter. അതായത് സ്ട്രിപ്പ് എർത്തിങ് അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് വയർ എർത്തിങ് എന്ന് പറയുന്നത്. അതിൽ ഒരു 0.5 മീറ്ററിൽ കുറയാതെ മിനിമം തിക്നെസ് ഉള്ള ഒരു ഹൊറിസോണ്ടൽ ട്രഞ്ചസ് നമ്മൾ കുഴിയെടുത്ത് വെക്കും. അതിലോട്ട് നമ്മൾ ഒന്നെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ സ്റ്റീൽ അല്ലെങ്കിൽ കോപ്പറാണ് നമ്മൾ ബറീഡ് ചെയ്ത് വെക്കുക. കോപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 25 mm ഇൻറ്റു 1.6 mm. ഗാൽവനൈസ്ഡ് അയൺ വയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 25 mm ഇൻറ്റു 4 mm ആയിരിക്കും. അപ്പോൾ ആദ്യം ഒരു ഹൊറിസോണ്ടൽ ട്രെഞ്ചസ് ഉണ്ടാവും. മിനിമം ഡെപ്ത് ഓഫ് 0.5 മീറ്റർ ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഒന്നെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ വയർ അല്ലെങ്കിൽ കോപ്പറാണ് അതിലോട്ട് ഇറക്കി വെക്കുന്നത്. ഇനി ദ ലെങ്ത് ഓഫ് ബറീഡ് കണ്ടക്ടർ ഷാൾ ബി സഫിഷ്യൻറ്റ് ടു ഗീവ് റിക്വയർഡ് എർത്ത് റെസിസ്റ്റൻസ്. ആ ഇറക്കി വെക്കുന്ന കണ്ടക്ടറിന് റിക്വയർഡ് ആയിട്ടുള്ള എർത്ത് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുള്ള കണ്ടക്ടർ ആയിരിക്കണം എർത്ത് വെക്കുന്നത്. അബൌട്ട് 0.5 ohm ടു 1.5 ohm. ആ എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.5 ohmനും 1.5 ohmനും ഇടയിലായിരിക്കണം. അറ്റ്ലീസ്റ്റ് അത്രയായിരിക്കണം എന്നാണ് പറയുന്നത്. ആ ഇറക്കി വെക്കുന്ന കണ്ടക്ടറിൻ്റെ എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അത്രയായിരിക്കണം. ഇൻ ദിസ് മെത്തേഡ് വയേഴ്സ് മെയ്ഡ് ഓഫ് ഗാൽവനൈസ്ഡ് അയൺ ഓർ സൈസ് 25 mm into 4 mm or wires made of copper of size 25 mm into 1.6 mm are placed below the surface. അതായത് നമ്മൾ പറഞ്ഞു സ്ട്രിപ്പ് എർത്തിങ്ങിൻ്റെ വേറൊരു പേരാണ് വയർ എർത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ വയർ ആണെന്നുണ്ടെങ്കിൽ ഗാൽവനൈസ്ഡ് അയണിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 25 mm ഇൻറ്റു 4 mm ആയിരിക്കും. കോപ്പർ വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ 25 mm ഇൻറ്റു 1.6 mm ആയിരിക്കും. ഇനി സ്ട്രിപ്പ് എർത്തിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് റോക്കി സോയിലാണ് നമ്മൾ സ്ട്രിപ്പ് എർത്തിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ എർത്തിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് സ്ട്രിപ്പ് എർത്തിങ് എന്ന് പറയുന്നത്. സ്ട്രിപ്പ് എർത്തിങ് വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ്റെ സമയത്താണ്. ഒരു 0.5 മീറ്ററിലുള്ള ഒരു ഹൊറിസോണ്ടൽ ട്രെഞ്ചസ് നമ്മൾ എടുക്കും. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഒന്നുകിൽ കോപ്പർ സ്ട്രിപ്പായിരിക്കും അല്ലെങ്കിൽ GI വയറിൻ്റെ GI സ്ട്രിപ്പായിരിക്കും നമ്മൾ ഇടുന്നത്. കോപ്പർ ആണെന്നുണ്ടെങ്കിൽ 25 mm ഇൻറ്റു 1.6 mm ആയിരിക്കും. GI വയറാണെങ്കിൽ 25 mm ഇൻറ്റു 4 mm തിക്നെസ്സും ആയിരിക്കും. ഇനി ആ ലെങ്ത് ഓഫ് ബറീഡ് കണ്ടക്ടർ എന്ന് പറയുന്നത് നമ്മൾ കുഴിച്ചിടുന്ന കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എപ്പോഴും പ്രോപ്പറായിട്ടുള്ള എർത്ത് റെസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുന്ന അത്രയായിരിക്കണം. എർത്ത് റെസിസ്റ്റൻസ് അബൌട്ട് 0.5 ohm ടു 1.5 ohm വരെയാണ് ഉള്ളത്. ഇനി വയർ എർത്തിങ്ങും കൂടെ സ്ട്രിപ്പ് എർത്തിങ്ങിനെ പറയും. അതുകൊണ്ട് കോപ്പർ വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൈസ് 25 mm ഇൻറ്റു 1.6 mm. GI വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ 25 mm ഇൻറ്റു 4 mm ആയിരിക്കും. അതുപോലെ സ്ട്രിപ്പ് എർത്തിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് റോക്കി സോയിലാണ്. അടുത്തതായിട്ടുള്ളതാണ് റോഡ് എർത്തിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 3 എർത്തിങ്ങിനെ കുറിച്ചാണ് പഠിച്ചത്. ഒന്ന് പൈപ്പ് എർത്തിങ്, പിന്നെ ഒന്ന് പ്ലേറ്റ് എർത്തിങ്, പിന്നെ ഒന്ന് സ്ട്രിപ്പ് എർത്തിങ്. ഇനി അടുത്തതായിട്ടുള്ളതാണ് റോഡ് എർത്തിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ റോഡ് എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം എർത്തിങ് രീതിയിൽ റോഡ് എർത്തിങ് എന്ന് പറഞ്ഞാൽ ഇത്തരം എർത്തിങ് രീതിയിൽ 12.5 mm ഡയമീറ്റർ ഉള്ള കോപ്പർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ കോപ്പർ റോഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ 16 mm ഡയമീറ്റർ ഉള്ള ഗാൽവനൈസ്ഡ് അയൺ റോഡ് അല്ലെങ്കിൽ കണ്ടക്ടർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള കണ്ടക്ടേഴ്സാണ് നമുക്കുള്ളത്. ഒന്ന് കോപ്പർ കണ്ടക്ടേഴ്സ് ഉണ്ട്, ഒന്ന് ഗാൽവനൈസ്ഡ് അയൺ കണ്ടക്ടേഴ്സും ഉണ്ട്. കോപ്പർ കണ്ടക്ടേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ 12.5 mm, ഗാൽവനൈസ്ഡ് അയൺ കണ്ടക്ടേഴ്സ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ
16 mm ഡയമീറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കുഴിയെടുക്കും, അതിൽ വെർട്ടിക്കലായിട്ട് ഈ റോഡ് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു രീതിയാണ് എന്ത് റോഡ് എർത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം എർത്തിങ് രീതി നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റാളേഷനിലാണ്. അതായത് സാൻഡി ആയിട്ടുള്ള മണ്ണിലാണ് നമ്മൾ ഈ രീതി റോഡ് എർത്തിങ് യൂസ് ചെയ്യുന്നത്. മറ്റേ നമ്മൾ സ്ട്രിപ്പ് എർത്തിങ് നമ്മൾ പറഞ്ഞു റോക്കി ആയിട്ടുള്ള മണ്ണിലാണ് നമ്മൾ റോഡ് എർത്തിങ് യൂസ് ചെയ്യുന്നത്, സ്ട്രിപ്പ് എർത്തിങ് യൂസ് ചെയ്യുന്നത്. പക്ഷേ റോഡ് എർത്തിങ് എന്ന് പറയുന്നത് സാൻഡി ആയിട്ടുള്ള മണ്ണിലാണ് നമ്മൾ ഈ രീതി യൂസ് ചെയ്യാറുള്ളതെന്നാണ് പറയുന്നത്. അതായത് കുറഞ്ഞ ലോഡുള്ള ഡൊമസ്റ്റിക് ഇൻസ്റ്റാളേഷനിലാണ് പ്രധാനമായിട്ടും നമ്മൾ റോഡ് എർത്തിങ് യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആഴം, നമ്മൾ എടുക്കുന്ന ആ കുഴിയുടെ ആഴം എന്ന് പറയുന്നത് 3 മീറ്ററിൽ കുറയാൻ പാടില്ല. അതിലോട്ടായിരിക്കും വെർട്ടിക്കലായിട്ട് ഈ റോഡ് പ്ലേസ് ചെയ്യുന്നത്. അത് കോപ്പർ റോഡാണെങ്കിൽ 12.5 mm തിക്നെസ് ഉണ്ടായിരിക്കും. അത് ഗാൽവനൈസ്ഡ് അയൺ റോഡാണെങ്കിൽ 16 mm ഡയമീറ്റർ ഉള്ള ഗാൽവനൈസ്ഡ് അയൺ റോഡായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എഴുതിയതൊന്ന് വായിച്ചേ. റോഡ് എർത്തിങ് ഈസ് സിമിലർ ടു പൈപ്പ് എർത്തിങ്. പൈപ്പ് എർത്തിങ്ങിന് സിമിലർ ആയിട്ടുള്ള ഒരു എർത്തിങ് ആണ് എന്തെന്ന് പറയുന്നത് റോഡ് എർത്തിങ് എന്ന് പറയുന്നത്. ആ പൈപ്പ് എർത്തിങ് എന്ന് പറയുന്നത് നമ്മൾ പൈപ്പ് അതിനോട് ഇറക്കി വെക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് റോഡ് എർത്തിങ് ഈസ് സിമിലർ ടു പൈപ്പ് എർത്തിങ് എന്ന് പറഞ്ഞത്. അടുത്തതായിട്ടൊന്ന് വായിച്ചേ. In this method of earthing, a copper rod of diameter 12.5 mm or 16 mm diameter, galvanized steel or a hollow section of 25 mm galvanized iron pipe of length not less than 2.5 meter is buried vertically underground. അപ്പോൾ 3 മീറ്ററിൽ കുറയാതെ അല്ലെങ്കിൽ 2.5 മീറ്റർ, അത് ഓരോന്നിലും ഓരോ പോലെയാണ്. അപ്പോൾ ഇതിലെന്താ പറയുന്നത്, കോപ്പർ റോഡ് 12.5 mm തിക്നെസ്സിലും ഗാൽവനൈസ്ഡ് അയൺ സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ 16 mm തിക്നെസ്സിലുമാണ് നമ്മൾ കുഴിച്ചിടുന്നതെന്നാണ് പറയുന്നത്. ദ പൈപ്പ് ക്യാൻ ബി ബറീഡ് മാനുവലി ഓർ യൂസിങ് ന്യൂമാറ്റിക് ഹാമർ. ഈ പൈപ്പ് നമ്മൾ അതിന് മുകളിൽ വയ്ക്കുന്ന പൈപ്പ് എന്ന് പറയുന്നത് വേണമെങ്കിൽ മാനുവലി ആയിട്ട് പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഹാമർ യൂസ് ചെയ്തിട്ടും പ്ലേസ് ചെയ്യാം എന്നാണ് പറയുന്നത്. എർത്ത് റെസിസ്റ്റൻസ് ഇസ് റെഡ്യൂസ്ഡ് ടു എ ഡിസൈഡ് വാല്യൂ ബൈ ദ എംബഡഡ് ഇലക്ട്രോഡ്. ഈ ഇലക്ട്രോഡ് വെക്കുന്നത് വഴിയാണ് നമ്മൾ ഒരു ഡിസൈഡ് വാല്യൂയിലോട്ട് ആ എർത്ത് റെസിസ്റ്റൻസിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. ഇനി ഇതാണ് കോപ്പർ റോഡ് ഇലക്ട്രോഡ് എർത്തിങ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. അതിൽ കണ്ടുപോകും ഒരു ഇലക്ട്രോലിറ്റിക് റൂട്ട്സ് അവിടെ ഉണ്ട്, എർത്ത് റോഡ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്, എർത്ത് പിച്ച് ഉണ്ട്, എർത്തിങ് ലീഡ് ഉണ്ട്. അതിലിപ്പുറത്ത് നോക്കിയേ സ്റ്റീൽ ഡ്രൈവിംഗ് കോപ്പർ എർത്ത് റോഡ്, ഡോവൽ കോപ്പർ എർത്ത് റോഡ്, ഹാർഡനിങ് സ്റ്റീൽ സ്ട്രിപ്പ്, അതിൻ്റെ ലെങ്ത്തും അവിടെ കാണിച്ചിട്ടുണ്ട്. ഇത്രയാണ് കോപ്പർ റോഡ് ഇലക്ട്രോഡ് എർത്തിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം മൊത്തത്തിൽ നമ്മൾ 4 ടൈപ്പ് ഓഫ് എർത്തിങ് ആണ് പഠിച്ചത്. ഒന്ന് പൈപ്പ് എർത്തിങ്, ഒന്ന് പ്ലേറ്റ് എർത്തിങ്, പിന്നെ ഒന്ന് റോഡ് എർത്തിങ്, ഒന്ന് സ്ട്രിപ്പ് എർത്തിങ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് 2 ടൈപ്പ് ഓഫ് എർത്തിങ് ആണ്. എന്താണ് സ്ട്രിപ്പ് എർത്തിങ്ങും എന്താണ് റോഡ് എർത്തിങ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ നോട്ടിൽ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ 4 ടൈപ്പ് ഓഫ് എർത്തിങ് ഉണ്ടെന്ന് എഴുതുക. ഒന്ന് പൈപ്പ് എർത്തിങ്, ഒന്ന് പ്ലേറ്റ് എർത്തിങ്, ഒന്ന് സ്ട്രിപ്പ് എർത്തിങ്, ഒന്ന് റോഡ് എർത്തിങ്. അതിൽ ഫസ്റ്റ് 1 പൈപ്പ് എർത്തിങ് നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുള്ളതാണ്. അത് നിങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. പ്ലേറ്റ് എർത്തിങ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് പ്ലേറ്റ് എർത്തിങ് എർത്തിങ് എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതുക. അതായത് ഇതിലുള്ള നോട്ടിലുള്ള അതേപോലെ തന്നെ എഴുതിക്കുക. കാരണം ഇതൊക്കെ മെയിൻ പോയിൻറ്റ്സ് ആണ്. പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുന്നത് നമ്മൾ പ്ലേറ്റാണ് നമ്മൾ എർത്ത് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ കോപ്പർ പ്ലേറ്റോ അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റോ നമ്മൾ ബറീഡ് ചെയ്ത് കുഴിച്ചിടുകയാണ് ചെയ്യുക. 3 മീറ്ററിൽ കുറയാത്ത ഒരു ആഴമുള്ളൊരു ഗ്രൗണ്ട് ലെവലിൽ നമ്മളത് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ആ ആൾട്ടർനേറ്റീവായിട്ട് ആ കുഴിയിൽ എന്ത് മിക്സ് ചെയ്യുന്നുണ്ട്, കോക്കും സാൾട്ടും ആൾട്ടർനേറ്റീവ് ലെയറായിട്ട് 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ നമ്മൾ അത് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി എർത്ത് വയർ എന്ന് പറയുന്നത് നമ്മൾ കോപ്പറാണ് അല്ലെങ്കിൽ കോപ്പർ വയറാണ് കോപ്പർ പ്ലേറ്റിന് യൂസ് ചെയ്യുന്നത്. ഗാൽവനൈസ്ഡ് അയൺ വയറാണ് ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, സെക്യൂർലി നമ്മളുടെ എർത്ത് പ്ലേറ്റിൽ വെച്ചിട്ട് ബോൾട്ട് ചെയ്ത് വെച്ചിട്ട് നട്ട്സും വാഷറും ഒക്കെ യൂസ് ചെയ്തിട്ട്. അത് കോപ്പർ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ കോപ്പറിൻ്റെ വാഷർ നമ്മൾ യൂസ് ചെയ്യണം. ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റ് ആണെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ പിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. ഇനി അതിലെന്താ പറഞ്ഞത്, ഇൻ ദിസ് ടൈപ്പ് ഓഫ് എർത്തിങ്ങിൽ
എർത്ത് പ്ലേറ്റ് എന്ന് പറയുന്നതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 6.3 mm ആണ്. ഗാൽവനൈസ്ഡ് അയൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഇനി കോപ്പർ പ്ലേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 3.15 mm ആണ്. പിന്നെ അത് കുഴിച്ചിടുന്ന ആഴം എന്ന് പറയുന്നത് 3 മീറ്ററിൽ കുറവില്ലാതെ അത് കുഴിച്ചിടണം. അതിൻ്റെ ഉള്ളിൽ സോൾട്ടും കോക്കും അൾട്ടർനേറ്റീവ് ലെയർ 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ ഫില്ല് ചെയ്യുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്ലേറ്റ് എർത്തിങ്ങിൽ പഠിച്ചത്. ആ പ്ലേറ്റ് എർത്തിങ്ങിൻ്റെ ഫിഗറും ഒന്ന് വരച്ചു വയ്ക്കുക. അതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 3 മീറ്ററിൽ കുറയാതെയാണ് നമ്മളുടെ ആഴം എടുത്തിരിക്കുന്നത്. അതിൽ 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ ചാർക്കോളും ഉണ്ടായിരിക്കും, അതുപോലെ സാൾട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലോട്ട് ഒരു GI പൈപ്പ് വെച്ചിട്ട് നമ്മൾ വലിച്ചിട്ടുണ്ട്. അത് GI പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ GI പൈപ്പ് ആയിരിക്കും, കോപ്പർ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ കോപ്പർ പൈപ്പ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലായിട്ട് കോൺക്രീറ്റ് വെച്ചിട്ട് നമ്മളത് സിമെൻറ്റ് കോൺക്രീറ്റ് വെച്ചിട്ട് അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ഫണൽ വെച്ചിട്ടുണ്ട് അല്ലേ. ആ ഫണൽ എന്തിനാ, വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫണൽ യൂസ് ചെയ്യുന്നത്. ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫണൽ യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ലോ റെസിസ്റ്റൻസ് ആയിരിക്കണം അവിടെ ഉണ്ടാവുന്നത്. അതിലൂടെ ലോ റെസിസ്റ്റൻസ് ആണെങ്കിൽ മാത്രമേ അതിലൂടെ എന്ത് പോവുള്ളൂ, ഹൈ കറണ്ട് പോവുള്ളൂ അല്ലേ. നമ്മൾ എന്തിനാ എർത്ത് അവിടെ വയ്ക്കുന്നതെന്നാണ് പറഞ്ഞത്. ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എക്യുപ്മെൻറ്റ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വേറൊരു എക്സ്ട്രാ പാത്ത് പ്രൊവൈഡ് ചെയ്യാണ് എർത്തിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എർത്ത് റെസിസ്റ്റൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഫണലിലൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ പഠിച്ചതായിരുന്നു സ്ട്രിപ്പ് എർത്തിങ് എന്ന് പറയുന്നത്. സ്ട്രിപ്പ് എർത്തിങ് എന്ന് പറയുന്നത് വൈഡ്ലി യൂസ്ഡ് ഇൻ ട്രാൻസ്മിഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സ്ട്രിപ്പ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ ഇലക്ട്രോഡ് ഉണ്ട്, അല്ലെങ്കിൽ കോപ്പർ ഇലക്ട്രോഡ് ഉണ്ട്. അതിൽ തന്നെ കോപ്പർ ഇലക്ട്രോഡ് ആണെന്നുണ്ടെങ്കിൽ 25 mm ഇൻറ്റു 1.6 mm ആയിരിക്കും ഡയമീറ്റർ. GI ആണെന്നുണ്ടെങ്കിൽ 25 mm ഇൻറ്റു 4 mm ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരു ഹൊറിസോണ്ടൽ ട്രഞ്ചസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ സ്ട്രിപ്പ് നമ്മൾ ഇടണമെന്ന് പറഞ്ഞു. അതിൻ്റെ തിക്നെസ്, ആ ഡെപ്തിൻ്റെ തിക്നെസ് 0.5 മീറ്ററിൽ കുറയാൻ പാടില്ല. കൂടാതെ നമ്മൾ കണ്ടക്ടർ ബെറീഡ് ചെയ്യുന്ന കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് എർത്ത് റെസിസ്റ്റൻസ് കൊടുക്കുന്ന അങ്ങനത്തെ ലെങ്ത് ആയിരിക്കണം. അത് 0.5 ഓമിനും 1.5 ഓമിനും ഇടയിലായിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു സ്ട്രിപ്പ് എർത്തിങ്ങിൻ്റെ വേറൊരു പേര് എന്ന് പറയുന്നത് വയർ എർത്തിങ് എന്നും കൂടെ ഉണ്ട്. അത് വയർ എർത്തിങ് ആണെന്നുണ്ടെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 25 mm ഇൻറ്റു 4 mm ആയിരിക്കും. കോപ്പർ വയർ ആണെന്നുണ്ടെങ്കിൽ 25 mm ഇൻറ്റു 1.6 mm ആയിരിക്കും. പിന്നെ നമ്മൾ റോഡ് എർത്തിങ് ആണെന്ന് പറഞ്ഞത്. റോഡ് എർത്തിങ് എന്ന് പറയുന്നത് പൈപ്പ് എർത്തിങ്ങിന് സിമിലറായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതിലും നമ്മൾ കോപ്പർ റോഡ് അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ റോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോപ്പർ റോഡ് ആണെന്നുണ്ടെങ്കിൽ 12.5 mm ഓർ 16 mm ഡയമീറ്റർ ആണ് ഗാൽവനൈസ്ഡ് അയൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെർട്ടിക്കലി ആ ഒരു കുഴീൻ്റെ ഉള്ളിലോട്ട് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. ആ കുഴീൻ്റെതെന്ന് പറഞ്ഞാൽ 2.5 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്ററിൽ കുറയാതെ ഇരിക്കണം. പിന്നെ അതിൻ്റെ മുകളിലൊരു പൈപ്പ് വയ്ക്കും. ആ പൈപ്പ് നമ്മൾ മാനുവലായിട്ട് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ന്യൂമാറ്റിക് ഹാമർ വെച്ചിട്ട് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ആ എർത്ത് റെസിസ്റ്റൻസ് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള വാല്യൂ ആയിട്ട് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് റോഡ് എർത്തിങ്ങിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. അതും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് എർത്തിങ് ആണ് ഈ ഒരു മൊഡ്യൂളിലുള്ളത്. ഒന്ന് പൈപ്പ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ്, റോഡ് എർത്തിങ്, അതുപോലെ തന്നെ സ്ട്രിപ്പ് എർത്തിങ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഹാഫ് പോർഷൻ ഏകദേശം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എർത്തിങ് എന്താന്ന് പറഞ്ഞു, അതുപോലെ പർപ്പസ് ഓഫ് എർത്തിങ്, നീഡ് ഫോർ എർത്തിങ് പറഞ്ഞു. പിന്നെ 2 ടൈപ്പ് ഓഫ് എർത്തിങ് ഉണ്ട്, ഫങ്ഷണൽ എർത്തിങ് ഉണ്ട്, അതുപോലെ പ്രൊട്ടക്റ്റീവ് എർത്തിങ് എന്നുണ്ട് പറഞ്ഞു. പിന്നെ എർത്ത് റെസിസ്റ്റൻസ് എന്താന്ന് പറഞ്ഞു, എർത്ത് റെസിസ്റ്റൻസിൻ്റെ കോമ്പണൻസ് എന്താന്ന് പറഞ്ഞു, അതിലുള്ള ഓരോ കോമ്പണൻസിനെ കുറിച്ചും പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ടൈപ്സ് ഓഫ് എർത്തിങ് എന്ന് പറഞ്ഞു, പ്ലേറ്റ് എർത്തിങ്, പൈപ്പ് എർത്തിങ്, റോഡ് എർത്തിങ്, സ്ട്രിപ്പ് എർത്തിങ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ തിയറി പോർഷൻസ് ഈ മൊഡ്യൂളിലുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസിലോട്ട് കിടക്കാം. ഈ ഒരാഴ്ചയിൽ നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ഇത് കറക്റ്റായിട്ട് നോട്ട് എഴുതിയിട്ട് ഇന്ന് രാത്രി 7 മണിക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യുക. 2 കാര്യത്തിൻ്റെ നോട്ട് നിങ്ങൾക്ക് എഴുതാനുള്ളൂ. ഒന്ന് സ്ട്രിപ്പ് എർത്തിങ് എന്താണെന്നുള്ളതും പിന്നെ ഒന്ന് റോഡ് എർത്തിങ് എന്താണെന്നുള്ളതുമാണ് എഴുതാനുള്ളത്. സ്ട്രിപ്പ് എർത്തിങ്ങിൽ ഫിഗറൊന്നുമില്ല. ഫിഗർ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഗൂഗിളിലൊന്ന് അടിച്ച് നോക്കുക. അപ്പോൾ സ്ട്രിപ്പ് എർത്തിങ് എങ്ങനെ പ്ലേസ് ചെയ്യുന്നതെന്നൊക്കെ കാണിക്കും.
യൂട്യൂബിൽ വീഡിയോ അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. സ്ട്രിപ്പ് എർത്തിങ് പ്ലേസ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. റോഡ് എർത്തിങ്ങും അതേപോലെ തന്നെയാണ്. റോഡ് എർത്തിങ്ങിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ യൂട്യൂബിൽ കിട്ടും. റോഡ് എർത്തിങ് അടിച്ചു കൊടുത്താൽ മതി. അത് പ്ലേസ് ചെയ്യുന്നതും വീടുകളിലുള്ളിൽ അതിങ്ങനെ ഓരോന്നായിട്ട് പ്ലേസ് ചെയ്യുന്നതൊക്കെ പുറത്തിങ്ങനെ പ്ലേസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊന്ന് അടിച്ചു നോക്കുക. റോഡ് എർത്തിങ്ങിൻ്റെ ഫിഗർ നിർബന്ധമായിട്ടും വരയ്ക്കണം. സ്ട്രിപ്പ് എർത്തിങ്ങിൻ്റെ ഫിഗർ വരയ്ക്കേണ്ട. പൈപ്പ് എർത്തിങ്ങിനും പ്ലേറ്റ് എർത്തിങ്ങിനുള്ള ഫിഗർ നീറ്റായിട്ട് വരയ്ക്കണം. ആ പൈപ്പ് എർത്തിങ്ങും പ്ലേറ്റ് എർത്തിങ്ങും നിങ്ങൾക്ക് എന്തിൽ വരയ്ക്കാനുള്ളതാണ്? ഡ്രോയിങ്ങിൽ വരയ്ക്കാനുള്ളതാണ്. ഡ്രോയിങ്ങിൽ ഞാൻ ഓൾറെഡി പൈപ്പ് എർത്തിങ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഷീറ്റിൽ. അത് നിങ്ങൾ നീറ്റായിട്ട് വരച്ചിട്ട് വേണം കോളേജിൽ വരുമ്പോൾ സബ്മിറ്റ് ചെയ്യാൻ. ഇപ്പം ഞാൻ പ്ലേറ്റ് എർത്തിങ്ങും കൂടെ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്ലേറ്റ് എർത്തിങ്ങും അതുപോലെ തന്നെ നീറ്റായിട്ട് ഒരു വലിയ ഫിഗറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വലിയ ഫിഗറായിട്ട് ഒരു ഷീറ്റിൽ വരച്ചിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ആ ഡയമെൻഷൻസൊക്കെ അതുപോലെ തന്നെ അതിൽ കാണുന്ന പോലെ തന്നെ മാർക്ക് ചെയ്യുക. അതിൻ്റെ ഒരു PDF പ്ലേറ്റ് എർത്തിൻ്റെ PDF ഞാൻ ഗ്രൂപ്പിലിടാം. അത് അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ആ ഒരു ഷീറ്റിൽ വരച്ചിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം ക്ലാസ്സിക്ക് വരുന്ന സമയത്ത്. ഇപ്പോൾ നിങ്ങൾ നോട്ടിൽ റഫായിട്ട് പ്ലേറ്റ് എർത്തിങ്ങിനെയും റോഡ് എർത്തിങ്ങിൻ്റെയും ഒക്കെ ഫിഗർ വരയ്ക്കുക. പക്ഷെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഡ്രോയിങ്ങിൻ്റെ സബ്ജക്റ്റിൽ, അതായത് ഷീറ്റിൽ നിങ്ങൾ പൈപ്പ് എർത്തിങ്ങിനെയും പ്ലേറ്റ് എർത്തിൻ്റെയും ഫിഗർ വലുതാക്കിയിട്ട് വരച്ച് ഡയമെൻഷൻസൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് കൊണ്ടുവരണം. ആ രണ്ടെണ്ണം കൂടെ വരച്ചാൽ മാത്രമേ ഡ്രോയിങ്ങിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡ്രോയിങ്ങിൽ നമ്മൾ സബ്സ്റ്റേഷൻസിൻ്റെ ഒക്കെ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേറ്റ് എർത്തിങ്ങും പൈപ്പ് എർത്തിങ്ങും കൂടെ വരയ്ക്കാനുണ്ട്. അതിൽ പൈപ്പ് എർത്തിങ് ഞാൻ ഓൾറെഡി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലേറ്റ് എർത്തിങ്ങും കൂടെ നിങ്ങൾ വരച്ചിട്ട് വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് കേട്ടോ. താങ്ക് യു.